ഇറ്റ്സ് മീ റൂണി ഗെയിമിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ റീസണും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാനിതൊക്കെ കളിക്കണത്. ഒന്നാമത്തെ കാര്യം എപ്പോഴും പറഞ്ഞില്ല, എനിക്കിതിൽ വലിയ കൺട്രോളും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇത് വലിയ ശീലമൊന്നുമില്ല, കുറേ മിസ്റ്റേക്കും കാര്യങ്ങളുണ്ടാകും. ആരും ദയവ് വിചാരിച്ച് കമൻറ്റ് ഒന്നും കളിയാക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ പറയുകയാണെങ്കിൽ ആദ്യമേ നമുക്ക് ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ വീട് കയറ്റാൻ പറ്റുന്ന ഒരു ബേസ് കണ്ടുപിടിക്കണം. ഇന്നത്തെ നമുക്ക് വീട് കയറ്റാൻ പ്ലാനൊന്നുമില്ല, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എന്നാലും ഈ രണ്ടുമാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. പറ്റാൻ നമുക്കൊരു ഡയമണ്ട് കണ്ടുപിടിച്ചണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാനിതിൽ സൗണ്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, കാരണം ഞാൻ ശരിക്കും പറയുന്ന സൗണ്ട് അവൾ ക്ലിയർ ആയിട്ട് കിട്ടുക. റെക്കോർഡ് ചെയ്യുമ്പോൾ വേറെ എന്തോ ചെറിയ പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് ഭയങ്കര ബോറായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാനത് സൗണ്ട് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ ഞാനിതിൽ സ്പ്ലിറ്റ് കൺട്രോൾ വെച്ചാണ് ഗെയിം കളിക്കുന്നത്. അതിന് എനിക്ക് വലിയ ശീലമൊന്നുമില്ല, ഇടയ്ക്കൊക്കെ കൺട്രോളൊക്കെ പോകും. പിന്നെ മൊബൈൽ ഫുൾ സ്ക്രീനിലിട്ടിരുന്നത് ഈ ഗെയിം, അപ്പോൾ അതിൻ്റെ കൺട്രോളും പോകും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വേൾഡൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് വേൾഡിൻ്റെ നെയിമൊന്ന് കൊടുക്കാം. ലെറ്റ്സ് പ്ലേ. നമുക്കിത് കൊടുക്കാം. പിന്നെ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം, ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിൽ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ക്ഷമിക്കും, കാരണം ആകെ 2 GB റാമുകൾ, അപ്പോൾ അതിൻ്റേതായ അനുസരിച്ചുള്ള ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ സീഡൊന്നും കൊടുക്കണില്ല. സ്റ്റാർട്ടിങ്ങിനകത്ത് ബോണസ് ടെസ്റ്റൊക്കെ ഓണാക്കിയേക്കാം, കോർഡിനേറ്റും പാടെ. ബോണസ് ടെസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ കിട്ടട്ടെ, എന്തായാലും അത് വെറുതെ എടുക്കണില്ല, ഇത് ഓണാക്കിയാണ്. ഓക്കെ, അത് നമുക്ക് ചെയ്യാതെ അത് നേരെ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിനി വേൾഡ് ഇവിടെ ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ നമ്മുടെ വേൾഡ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ വന്നെത്തിയാനൊരു വില്ലേജിലാണ് കേട്ടോ, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഗോൾ അങ്ങനെയാണ് കംപ്ലീറ്റ് ആയിക്കണം. ഇനി എന്തൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ. സ്പ്ലിറ്റ് കൺട്രോളും എനിക്ക് വലിയ താല്പര്യം, എപ്പോഴും പറഞ്ഞത് കൺട്രോളും അല്ലാതെ കിട്ടൂല. ഇതിങ്ങനെ ഇടക്കിടക്ക് ലാഗൊക്കെ ഉണ്ടാവും കേട്ടോ, അപ്പോൾ എല്ലാവർക്കും ഒന്ന് ക്ഷമിക്കുക. ആരും നമ്മുടെ ചാനൽ സബ് ചെയ്തതിലേക്ക് ഒന്ന് വീഡിയോ താഴെ സബ് ചെയ്യട്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങോട്ട് എടുത്തേക്കാം. കുറച്ച് നേരം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി വില്ലേജ് ഒന്ന് ലൂട്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ ഹൗസ് പോയി നോക്കാം. പണ്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഡയമണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു, ഇപ്പം അങ്ങനെ കിട്ടുക. മോനെ 6 ഡയമണ്ട്, 6 ഡയമണ്ട്, 1 ഡയമണ്ട് ഹോഴ്സ് ആർമറുണ്ട്, പിന്നെ കുറച്ച് ബ്രെഡും 5 ഒബ്സിഡിയൻ, 3 ആപ്പിൾ, 1 അയൺ ചെസ്റ്റ് പ്ലേറ്റ്. നല്ല ലൂട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വേൾഡിൻ്റെ സീഡ് വീഡിയോ താഴെ കൊടുക്കാം. വേണ്ടവരൊക്കെ ആ സീഡ് വെച്ചൊന്ന് കൊടുത്തു നോക്കാം. വെള്ളം ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇനി ഇവിടെ നിന്ന് കുറച്ച് പണിയുണ്ട്. എല്ലാ ഹൗസുകളൊക്കെ ഒന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ലൂട്ട് ചെയ്തതിന് ശേഷം കുറേ വില്ലേജസ് നമുക്ക് അടച്ചിടേണ്ടതായിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ബഹുമാനം കിട്ടില്ല. നല്ല ഫുഡ് കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ വില്ലേജിൽ നിന്ന്. ഓക്കെ, ഒരു എമറാൾഡ് കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ ചെസ്റ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നു അവിടെ. ഓക്കെ, ഒരു 3 ബ്രെഡും ഒരു ലെതർ ക്യാപ്പുണ്ട്. ലെതർ അവിടെ തന്നെ ഒക്കെ വേണ്ട. വില്ലേജിനൊക്കെ കൂട്ടണം, അല്ലെങ്കിൽ ഇനി പിന്നീട് നമുക്ക് എന്തെങ്കിലും ഞാൻ ഈ വില്ലേജിൽ തന്നെ വീണ്ടും വരും കേട്ടോ. ഇവിടെ സ്റ്റോണും ഗ്രാവലൊക്കെ ആയിട്ടൊരു അടിപൊളി കാര്യമാണ്. അത് റൂയിൻഡ് പോർട്ടൽ, നമുക്ക് ഈ റൂയിൻഡ് പോർട്ടലിൻ്റെ അടുത്ത് പോയോ അവിടെ എന്തൊക്കെയാണ് നോക്കട്ടെ. 2 ഗോൾഡ് ബ്ലോക്ക് ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ വിക്കാസത്തിലാക്കാം. പിന്നീട് അതൊക്കെ കളക്ട് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒന്ന് റൂട്ട് ചെയ്യാം. അവിടെ ഭാഗം നമ്മളടുത്തുള്ള ഓപ്ഷന് വെച്ചാൽ ഫുള്ളാവും കേട്ടോ. ലേഖ 6 ഗോൾഡൻ ക്യാരറ്റ്, 2 പ്രിൻ്റേഴ്സിൽ, 1 ഹെൽമെറ്റ്, 1 ചെസ്റ്റ് പ്ലേറ്റ്, 1 ഉണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്ത് എടുക്കാം. ക്ലോക്ക് ഇരിക്കട്ടെ. ഓക്കെ, ഫിനാൻസിൽ കൊടുക്കാം. എന്നാലും പിന്നീട് വില്ലേജൊക്കെ എന്തായാലും വരേണ്ട ആവശ്യമുണ്ട് എനിക്ക്. ഇവിടുന്ന് വില്ലേജസിനൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ. ബാക്ക്ഗ്രൗണ്ട് വോയിസ് നല്ലോണം ഉണ്ടാവും കേട്ടോ. ഓക്കെ,
ഞാനൊരു തൊടുവിൽ തന്നെ റെക്കോർഡ് ചെയ്യണം, അപ്പോൾ അതിൻ്റെതായ ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലുണ്ടാവുമല്ലോ. ഓക്കെ, അവിടെ കുറേ പൊട്ടാറ്റോ ഉണ്ടോ ഇവിടുന്ന്. അത്രയും നല്ല ഫുഡ് തന്നെ നമുക്ക് ഈ വില്ലേജിൽ നിന്ന് കിട്ടുന്നുണ്ട്. ചില വില്ലേജിലൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റിയത് നമുക്ക് ഹേബയിലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഒന്നും കാണാനില്ല. ഒരു ഹേബയിൻ്റെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. ഞാൻ എന്തായാലും മറ്റു വീഡിയോ കിടക്കട്ടെ. ഞാൻ ഇടക്കിടക്കിനെ ചിലപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യും. ലാഗ് എടുക്കേണ്ടിയിരുന്നില്ല, ടൈം കുറേ. ഞാൻ വേറെ ഏതെങ്കിലും ചെസ്റ്റൊക്കെ ഉണ്ടോ അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാകാം. ഞാൻ നോക്കുന്നാലും ഇത് ഇവിടുത്തെ ഡോറുകളൊക്കെ തുറന്നില്ല കേട്ടോ. നമ്മൾക്ക് പോയിട്ട് ബെല്ലടിക്കണം. അപ്പോൾ വില്ലേജൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ ഇല്ല എന്നറിയാൻ വേണ്ടി നമുക്ക് ഡോറൊക്കെ തുറന്നേക്കാം. പിന്നെ ഏതിൻ്റെയൊക്കെ ഉള്ളിലാണ് കയറിയെന്നറിയാം. അപ്പോൾ പറ്റണത്ര ഞാൻ തുറന്നിട്ടെ. ഇവിടുന്ന് പോയി പൂപ്പിട്ടി ബ്ലാക്ക് സ്മിത്തിൻ്റെ ഉള്ളിൽ എന്തായാലും വില്ലേജൊന്നും കയറാൻ ചാൻസ് ഇല്ല. ലാഗാണ് ഗൈസ്, നല്ല ലാഗ് അടിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് സാൻഡൊക്കെ നമ്മളൊന്ന് കളക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് വില്ലേജസിന് ഒന്ന് ലോക്ക് ചെയ്തൊക്കെ വേണ്ടിയിട്ട്. അത് അകത്ത് നമുക്ക് വാതിലും ലോക്ക് ചെയ്താൽ കണ്ട് ഞാൻ കുറച്ച് സാൻഡ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ 32 എന്തെടുത്തിട്ടുണ്ട്, സാൻഡ് എടുത്തിട്ടുണ്ട്. നമുക്കിനി പോയിട്ട് ബെല്ലൊക്കെ ഒന്ന് അടിച്ചു നോക്കാം. ബെല്ലേഴ്സൊക്കെ ഒന്ന് വീട്ടിൽ കയറുണ്ട് നോക്കട്ടെ. ഓക്കെ, ഞാൻ ഈ ഗെയിമിൻ്റെ സൗണ്ട് കുറച്ചിട്ടേക്കാണ്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെ ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് മാത്രമേ ഞാൻ സൗണ്ട് കുറച്ചിട്ട്. നമുക്ക് ഗെയിമിൻ്റെ സൗണ്ട് കേൾക്കാനില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാം. ഇത് ഞാൻ തുറന്നിട്ടിരുന്നു, എല്ലാം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല. ഞാൻ എൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലുണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ സാൻഡ് എടുക്കാൻ കാരണം ഇങ്ങനെ ലോക്ക് ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും. ഞാൻ പിന്നെ സാൻഡ് എടുത്ത് അതെ അതിൻ്റെ ഉള്ളിൽ ആരും ഉണ്ടാവില്ല. ഞാൻ തുറന്നിട്ടില്ല എന്നാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ആരും ഇല്ല. അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ വേറെ ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കിയിട്ടാണ്. അതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ പോയി ബെല്ലടിച്ച് നോക്കേണ്ടി വരും. ഇതിലൊന്നും കയറിയിട്ട് തന്നെ ഇല്ല. ഒന്നുപാടെ പോയി ഒന്ന് ബെല്ലടിച്ച് നോക്കാം. അമ്മമാരൊക്കെ ഇവിടെ തേരാവാരടക്കാണ്. ഓക്കെ, ഇപ്പോൾ അതിനുണ്ട്. നമുക്ക് എടുക്കാൻ വരുമ്പോൾ കയറി നോക്കട്ടെ. അങ്ങോട്ട് കൊണ്ട് ആടി കളിച്ചാണ്ടോ. ഓക്കെ, ഞാൻ അങ്ങനെ വർത്തമാനം പറയുമ്പോൾ കുറേ പ്രാവശ്യം ഓക്കെ ഓക്കെ എന്ന് അറിയട്ടോ. അത് ശീലമാണ്. ഇതിൻ്റെ ഉള്ളിലാരും ഇല്ലല്ലേ. എന്തായാലും ബെഡൊന്നും എടുക്കണ്ട. പിന്നെ ഞാൻ വേറെ എവിടേക്കിനും പോകണ അതിക്ക് ചീപ്പള കാണുമ്പോൾ കൊന്നിട്ട് അങ്ങനെ എടുക്കാം. ഇതും പാടെ ലോക്ക് ചെയ്താൽ 5 ലോക്ക് ചെയ്തിട്ടുണ്ട്. 4 ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 വേറെ ആയിട്ടുള്ളൂ. കുറച്ച് തോനെ ഉണ്ടാവട്ടെ. പറ്റുന്നത്ര ഞാൻ ലോക്ക് ചെയ്തേക്കുണ്ട്. കുറേ എണ്ണം പോയിട്ടില്ല. എല്ലാവരും ഇതിൽ കൂടി ഇങ്ങനെ നടക്കുക. ഇതെങ്ങനെയൊക്കെ കയറടാ, ആളെ കളിയാക്കണേ. ഫസ്റ്റ് ഞാൻ പോയി ഓക്കെ, അതിൻ്റെ ഒക്കെ ആയിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലാഗ് എടുക്കാണ്. എന്തായാലും അയൺ പോലത്തിനും കൊല്ലണില്ല. അയണതൊന്ന് മൈൻ ചെയ്തിട്ട് തന്നെ എടുക്കാം. എന്തായാലും ഇവിടുന്ന് ഞാൻ കുറച്ച് പ്ലെയിനായുള്ള സ്ഥലത്ത് പോകട്ടെ. വില്ലേജിൽ നിന്ന് എന്തായാലും പോകണം. ഈ പരിസരത്തൊന്നും ആവരുത്. ഞാൻ എന്തായാലും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ,
നൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്ലീപ്പ് ചെയ്യണം. ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കട്ടെ. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഈ വേൾഡിൽ ഞാനാണെങ്കിൽ ഇതുവരെ വുഡൊന്നും മൈൻ ചെയ്തിട്ട് തന്നെയല്ല. തുടക്കത്തിൽ ബോണസ് ടെസ്റ്റിൽ കിട്ടിയതാണ്. നമുക്കങ്ങനെ ആദ്യത്തെ ഈ വേൾഡിൽ നൈറ്റ് ഒന്ന് സ്ലീപ്പ് ചെയ്യാം എന്നൊക്കെ എഴുതിയിട്ട് ക്രാഫ്റ്റ് ടേബിളൊക്കെ എടുത്തു. പക്ഷേ ചെറുതായി നോക്കി ആകെ 2 ഗോളേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് തൽക്കാലം ഈ ഒരു വില്ലേജ് തന്നെ ഒന്ന് സ്ലീപ്പ് ചെയ്യാം. ഈ ചോടായിരുന്നു നമുക്ക്. ഞാൻ ഇപ്പോൾ പോയി വില്ലേജ് ഞാൻ ലോക്ക് ചെയ്യണില്ല. എത്ര പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകാം. ഒരു പൈസ എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടെത്തണം. ഒരു ജസ്റ്റ് ഞാൻ ലൂട്ട് ചെയ്താലേ നമുക്ക് എന്തായാലും നേരത്തെ പോയാൽ ഭാഗത്ത് തന്നെ പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്ലെയിനായ ഏരിയയിലേക്ക് എത്തിയിട്ട് വില്ലേജിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ദൂരമായിട്ട് പ്ലെയിനായ ഏരിയയിൽ എത്തിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, സംഭവം നമുക്ക് ഒരു ലാൻഡായിട്ടുള്ളൊരു ഏരിയ കിട്ടിയിട്ടുണ്ട്. കുറച്ചപ്പുറത്ത് പോയോ നമ്മുടെ കുറച്ചുകൂടെ നല്ല അപ്പുറത്ത് വന്നു. ഇവിടെ കുറേ ഷേപ്പാണല്ലോ. അപ്പം തന്നെ കാറ് പോലെ ഇട്ടിട്ടുണ്ട്. ഷേപ്പുകൾ ആവശ്യമില്ല. കുറേ ഫ്ലവേഴ്സ് നാട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കേണ്ടി വരുന്നുണ്ട്. നമുക്കൊരു ബേസ് ആയിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കട്ടെ, എന്നിട്ടാണ് അപ്ഡേറ്റ് ചെയ്യാം. കുറച്ച് ടൈമൊക്കെ എടുക്കുന്നത്. ഞാൻ ക്ലീൻ ആക്കി ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഞാനിവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ അടുത്ത് തന്നെ വാട്ടർ ബക്കറ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ കുറച്ച് പ്രയാസമൊക്കെ ആയിരുന്നു ഇവിടെ മൊത്തം ക്ലീൻ ആക്കാനൊക്കെ. ഞാൻ കുറേ കൺഫ്യൂഷൻ എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. ആ ഏരിയക്കൊന്നും ഇപ്പോൾ ഞാൻ വല്ലാതൊന്നും പോകണില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നൈറ്റൊക്കെ ആയി. അപ്പോൾ നമ്മുടെ ബെഡൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ സ്ലീപ്പ് ചെയ്തു. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടിയ എന്താ ഒരു സ്റ്റാക്കിന് മേലെ നമുക്ക് സൺഫ്ലവർ കിട്ടിക്കണം. ബാക്കി പ്ലേസൊക്കെ കുറച്ചൊക്കെ ആയി കിട്ടി. ഇതൊക്കെ എന്താ നമുക്ക് ചെസ്റ്റിൽ കുറച്ചും പാട് എടുത്തേക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ വീട് കയറ്റണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നടക്കില്ല. ഇനി നമുക്ക് വുഡ് കുറച്ച് കളക്ട് ചെയ്യണം. എന്തായാലും ഇവിടെ കിടക്കുന്ന ട്രീ ഞാൻ കട്ട് ചെയ്യണില്ല. ഞാൻ ഇനി വേണ്ട വേറെ സ്ഥലത്ത് പോയോക്കട്ടെ. എവിടെ ഫോറസ്റ്റ് ഉള്ളതൊക്കെ തപ്പിയോട്ടെ. ഇവിടുന്ന് കുറച്ചപ്പുറത്ത് പോയാൽ ചിലപ്പോൾ ഫോറസ്റ്റൊക്കെ കിട്ടുമായിരിക്കും. നടന്നു പോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. കുറേ ട്രീ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ ക്ലിയർ ചെയ്യാനപ്പോൾ കരുതിയിരുന്നു. പറ്റണ അത്രയും ഞാൻ മാക്സിമം ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ആക്സിഡൻ്റൊക്കെ ഞാൻ സ്റ്റോണിൻ്റെ ഒക്കെ ഉണ്ടാക്കാനാണ് പ്ലാന്. ഇവിടെ നിന്ന് കുറച്ച് മൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കേണ്ടി വരും. എന്തായാലും ഞാൻ ട്രീകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ. ആ കട്ട് ചെയ്യണമൊക്കെ ഭയങ്കര ബോറായി തരാം. കാണുന്നൊക്കെ ഒരു മാതിരി വരിക. അപ്പോൾ ഞാൻ എന്തായാലും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കാണുന്ന ഏരിയ മുഴുവൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പുറത്തന്നെ മഴയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടും പാടെ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ പറ്റണ അത്രയും ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിയർ ചെയ്തേക്കണു. ആ ഏരിയ എന്നൊക്കെ കുറേ എടുത്തിട്ടുണ്ട്. കാണാതെ ലീവ്സൊന്നും ഫുള്ള് ഡിസ്ട്രോയ് ആയിട്ടില്ല. കുറേ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് ഓക്കും കുറച്ചൊക്കെ കളക്ട് ചെയ്താണ്. വേറെ ട്രീകളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതൊക്കെ എൻ്റെ ഇൻവെൻട്രി ഫുള്ളാവാനായപ്പോൾ ഞാൻ കുറേ നിർത്തി. ഒക്കെ സ്റ്റോണാക്സ് വെച്ചാൽ ഞാൻ എടുത്ത്. ഞാൻ ഈ ഒരു സ്റ്റോണാക്സ് മാത്രമേ ബാക്കിയുള്ളൂ. കിട്ടിയതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 11 സ്റ്റാക്കിന് ഇങ്ങനെ എനിക്ക് ഓക്ക് കിട്ടിയിരുന്നു. 5 സ്റ്റാക്കിന് മുകളിലായിട്ട് നമുക്ക് ബെർച്ചിൻ്റെ ഇതും കിട്ടിയിട്ടുണ്ട്. ബെർച്ചിൻ്റെ രോഗം കിട്ടി. പിന്നെ ആണെങ്കിൽ ഒരു സ്റ്റാക്കിന് മീതെ ഓക്ക് സാപ്പിന്, ഒരു സ്റ്റാക്കിന് മുകളിൽ ബെർച്ചിൻ്റെ സാപ്പിനുണ്ട്. ഓക്കിൻ്റെ പിന്നെയും കുറേ ഉണ്ടായിരുന്നു. ഞാൻ കളക്ട് ചെയ്തില്ല. ഒക്കെ പല ആൾക്കാരും ഇൻവെൻട്രി കൊണ്ടുപോകും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നില്ലാരും ഒക്കെ കൂട്ടുമ്പോൾ ഒരു 27 ആപ്പിൾ ഉണ്ട് എൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ബേസിക് ഓരോ ടൈം ദിവസങ്ങൾ കാണാം.
ഞാനങ്ങനെ ബേസിക് എത്തിയിട്ടുണ്ട്. നമുക്കിനി സാധനങ്ങളെല്ലാം ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അയക്ക് വെക്കാം. അപ്പോൾ ഒറ്റ ചെസ്റ്റേ ഉള്ളൂ. എന്താ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റാത്തോ? ക്രാഫ്റ്റിംഗ് ടേബിളല്ലല്ലേ എടുത്തത്. നമുക്കെന്തായാലും വേഗം ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. ഇവിടെ പ്ലേസ് ചെയ്യാം. WS നമുക്കിനി ലോഗോകളൊക്കെ ഞാൻ ഇതിലേക്ക് എടുത്തേത്. ഓക്കെ, അതും റെഡിയായി. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എന്തൊക്കെ അടി കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ഇവിടെ വെച്ച് അതിൻ്റെയൊക്കെയാണ് കുറേ ലെങ്ത്തായി. അതിന് മുമ്പ് ചെറിയ കാര്യം ഇവിടെ മറക്കും കേട്ടോ. നമുക്ക് ഈ മരത്തിൻ്റെ അടുത്ത് നമ്മുടെ സുധിയാനൻ്റെ നിയമപ്രകാരം ഈ വേൾഡിൽ ആദ്യം മൈൻ ചെയ്ത ബ്ലോക്കൊന്ന് മാറ്റിയതാണ് കേട്ടോ. പിന്നെ ഡ്രാഗൻ്റെ എഗ് വെക്കാൻ ഞാൻ ആദ്യം മൈൻ ചെയ്ത സാൻഡ് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. പിന്നെ നമുക്ക് ആ സാൻഡ് തോന്നുന്നുണ്ട് ആ മരത്തുമ്പോൾ വെക്കാം. ഓക്കെ, ഇവിടെ വെക്കാം. ഓ സാൻഡാണ്, ഞാൻ ആ കാര്യം മറന്നു. സാൻഡ് കടി എന്തായാലും അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അതിൻ്റെയൊക്കെ നമ്മൾ കാരണം 3 ഗോളും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കൂടാതെ ഞാൻ കുറച്ച് ഫുഡും പാടെ കളക്ട് ചെയ്ത് വെച്ചു. ഫസ്റ്റത്തെ 2 ഗോളും ഭയങ്കര ഈസി ആയിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സീഡ് ഞാൻ താഴെ കൊടുത്തു. അതപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ജോയിൻ ചെയ്യണം. നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ഇറ്റ്സ് മീ റോണി സൈനിങ് ഔട്ട്. ബൈ.